നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെണ്ണിനോട് മിണ്ടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ നാട്ടിലുള്ള പെണ്ണായിരിക്കും, ഏതോ ഒരു പെണ്ണുണ്ടായിരിക്കും. അവൾക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് മൊത്തം പോയി കാണും. അതായത് ഞാൻ പറയുന്നത് ബിഗിനിങ് സ്റ്റേജിലുള്ള കാര്യമാണ്, അതായത് തുടക്കത്തിലുള്ള കാര്യം. ഓക്കെ, അതായത് കമ്മിറ്റഡ് ആവാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കമ്മിറ്റഡ് ആവാൻ വേണ്ടി ഒരു ഗേളിനോട് മിണ്ടുന്നു, അല്ലെങ്കിൽ ഒരു ഗേളിനോട് മിണ്ടിക്കൊണ്ടേയിരിക്കുന്നു. അവളുടെ ഇൻട്രസ്റ്റ് കുറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറെ, നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം വേറെ. ഓക്കെ, റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർ തമ്മിൽ നല്ല ബോണ്ടിങ് ഉണ്ട്. ഓക്കെ, ചെറിയൊരു ബോണ്ടിങ് ഉണ്ട്, അതുകൊണ്ടാണ് അവർ കമ്മിറ്റഡ് ആയത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവളകന്നു വന്ന സമയത്ത് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മനസ്സിലായി? ആ സിറ്റുവേഷൻ അനുസരിച്ച്, ആ സിറ്റുവേഷൻ മൊത്തം കേട്ടാൽ പറയാൻ പറ്റും എന്ത് ചെയ്യണമെന്നും. അത് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, പക്ഷേ കമ്മിറ്റഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയൊരിതാണ്. കാരണം അവിടെ വാല്യൂ കണ്ട അട്രാക്റ്റ് ആവുന്നത്. ഓക്കെ, മനസ്സിലായി? അതായത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അട്രാക്ഷൻ ബിഗിനിങ് സ്റ്റേജിൽ വാല്യൂ നോക്കി വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ ബെറ്ററാണ് എന്ന് ചിന്തിച്ചാലേ നമ്മളെ തിരഞ്ഞെടുക്കും. ഓക്കെ, നമ്മളെ സെലക്ട് ചെയ്യാൻ അവർക്ക് തോന്നണം. പക്ഷേ റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാൻലി ആയിട്ട് പെരുമാറണം, അതുപോലെ ഡോമിനേറ്റ് ആയിട്ട് നിൽക്കണം, അതുപോലെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ മ്യൂച്വൽ കണക്ഷൻ അതുപോലൊക്കെ കുറേ ആയിക്കഴിഞ്ഞാൽ പിന്നെ വാല്യൂവിന് വലിയ പ്രാധാന്യമില്ല. അതായത് ഇപ്പം നിങ്ങൾ പൈസ കൊണ്ട് ഒരു പെണ്ണിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് പൈസ മാത്രം ഉണ്ടെന്ന് വെച്ച് നിങ്ങളെ അവൾ സ്നേഹിക്കത്തില്ല. ഓക്കെ, അതായത് നിങ്ങൾ പൈസ ഉണ്ടായിട്ടും മാൻലി അല്ല, ഡോമിനേറ്റ് അല്ല, മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വിട്ടു. മനസ്സിലായി? അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ പൈസക്കാരെന്തുകൊണ്ട് ഡിവോഴ്സ് ആവുന്നു? മനസ്സിലായി? കാര്യം മനസ്സിലായി? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ ഒരു പെണ്ണ് അകന്നു പോയാൽ ചെയ്യേണ്ടതും കമ്മിറ്റഡ് ആവുന്നതിന് മുമ്പ്, അതായത് അവൾ അടുത്ത് വരുന്നേ ഉള്ളൂ അപ്പോഴും അകന്നു പോയാൽ ചെയ്യേണ്ടതും രണ്ടാണ്. ഓക്കെ, കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം പൈസ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലുക്ക് കൊണ്ടോ ഒരു പെണ്ണിനെ അട്രാക്റ്റ് ചെയ്ത് റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾ ഡോമിനേറ്റ് അല്ല, മാൻലി അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിലും നിങ്ങൾ ബ്രേക്കപ്പ് ആവും, പൈസക്കാരെ ബ്രേക്കപ്പ് ആവും. ഓക്കെ, എനിക്ക് വന്നിട്ടുള്ള ഒരുപാട് ക്ലയൻറ്റുകൾ എത്ര പൈസ വേണേലും ചിലവാക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. എന്ന് വെച്ചാൽ അവർ പൈസക്കാരാണ്. ഓക്കെ, എത്ര പൈസ വേണേലും ഇത് കോഴ്സ് എടുക്കാനും ഗൈഡൻസ് ബുക്ക് ചെയ്യാനും റെഡി ആയിട്ട് നിൽക്കുക. പക്ഷേ അവർക്ക് ബ്രേക്കപ്പ്. ഓക്കെ, മനസ്സിലായി? അതായത് റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞുള്ള വാല്യൂ വേറെ. ഓക്കെ, അത് മാൻലി ആയിട്ട് ഡോമിനേറ്റ് ആയിട്ട് ചേസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ചേസ് ചെയ്താൽ അപ്പോഴും നമ്മൾ ലോ വാല്യൂ ആവും. നമ്മൾ എത്ര കോടീശ്വരനായാലും ചേസ് ചെയ്താൽ പിന്നെ നമ്മൾ ലോ വാല്യൂ ആവും. ഓക്കെ, അപ്പോൾ ഇനി മെയിൻ ടോപ്പിക്ക് പറയാം. ഞാൻ പറയാൻ വന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു പെണ്ണിനെ വളച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ മിണ്ടിക്കൊണ്ടിരുന്നതാണ്. ഓക്കെ, നമ്മളെ മൈൻഡ് ചെയ്യില്ല. ഓക്കെ, അതായത് നമ്മൾ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പഠിക്കുമായിരിക്കും, നിങ്ങളുടെ കൂടെ ഉള്ള ആളായിരിക്കും, കണ്ടിട്ട് റിപ്ലൈ തരുന്നില്ല, ഇങ്ങോട്ട് മെസ്സേജ് അയക്കുമ്പോൾ എന്ത് ചെയ്യുകയാണ്, റിയാക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഇപ്പം നേരിട്ട് അറിയുന്ന ആൾ തന്നെ ആയിരിക്കും, നാട്ടിലുള്ളതായിരിക്കും, കണ്ടാൽ മൈൻഡൊന്നും ചെയ്യത്തില്ല. ഇത് നല്ല ഒരേ ഒരു കാര്യമാണ് അവർ പറയുന്നത്, നിന്നെ ഞാനിപ്പോൾ ലോ വാല്യൂ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അതായത് ഒരു ഗേള് നമ്മളെ വെറും ഒരു സാധാരണയായിട്ടാണ് കാണുന്നതെങ്കിൽ അവർക്ക് അട്രാക്ഷൻ വരത്തില്ല. മനസ്സിലായി? തുടക്കത്തിൽ അതല്ല, അവർക്ക് അട്രാക്ഷൻ വരണമെങ്കിൽ ഒന്നുകിൽ അവരുടെ അത്രയും ബെറ്റർ, ഇല്ല അവരെക്കാളും ബെറ്ററായിട്ട് തോന്നണം. മനസ്സിലായി? അതായത് ഞാൻ പറഞ്ഞുതരാം, അട്രാക്ഷൻ ബിഗിനിങ് സ്റ്റേജിൽ, അതായത് തുടക്ക സ്റ്റേജിൽ വാല്യൂ നോക്കിയാണ് വരുന്നത്. മനസ്സിലായി? അതായത് ഇപ്പം ഒരു പെണ്ണിന് 2 മുറച്ചിറക്കന്മാരുണ്ട്. ഓക്കെ, ഒരുത്തൻ നല്ല ഭംഗിയുള്ളവൻ, ഒരുത്തൻ ഭംഗിയില്ലാത്തവനെന്ന് വെച്ചോ. അപ്പോൾ ഈ പെണ്ണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? ഭംഗിയുള്ളവനെ തിരഞ്ഞെടുക്കും. അവനോട് മിണ്ടുമ്പോൾ അവൻ കുറച്ച് നാൾ, ഒരു 5-6 മാസം മിണ്ടുമ്പോൾ മനസ്സിലാവും ഇവൻ സ്ട്രോങ് അല്ല, കോൺഫിഡൻ്റ് അല്ല, വീക്കാണ്, എന്നെ ചേസ് ചെയ്യുവാണ്, അങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഇവൾക്ക് അവനെ ലോ വാല്യൂ ആണെന്ന് തോന്നും. ഓക്കെ, അപ്പോഴെന്ത് ചെയ്യും? വീണ്ടും റിലേഷൻ വിട്ട് വെളി വരും, ബ്രേക്കപ്പ് ചെയ്ത് വെളി വരും. വെളി വന്നിട്ട് മറ്റേ പയ്യനോട് മിണ്ടത്തേയില്ല. ഓക്കെ, പക്ഷേ എന്തോ ഒരു സാഹചര്യത്തിൽ ആ പയ്യനോട് മിണ്ടാൻ പറ്റി. എങ്ങനെയാണ് ആ പയ്യനോട് മിണ്ടാൻ പറ്റി? ഓക്കെ, എങ്ങനെയാണ് ആ പയ്യനോട് മിണ്ടിയപ്പോഴാണ് അറിഞ്ഞത് ഇവനാണ് സ്ട്രോങ്, ഇവനാണ് ഡോമിനേറ്റ്, ഇവനാണ് കോൺഫിഡൻറ്റ്. അവൾ പോലും അറിയാതെ സബ് കോൺഷ്യസ് ആയിട്ട് അവനോട് അട്രാക്ഷൻ തോന്നും. ഓക്കെ, മനസ്സിലായി? ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഭംഗിയില്ലാത്ത ആണുങ്ങളൊക്കെ കമ്മിറ്റഡ് ആവുന്നത് ഇങ്ങനെ. അതായത് ഭംഗിയില്ലാത്ത ആണുങ്ങളോട് അവൾക്ക് അട്രാക്ഷൻ ഇല്ല നേരിട്ട് കാണുമ്പോൾ, മനസ്സിലായി? പക്ഷേ പെരുമാറുമ്പോഴുണ്ടല്ലോ, അവനുമായിട്ട് പെരുമാറുമ്പോൾ മനസ്സിലാവും അവനാണ് ഡോമിനേറ്റ്. അതായത് ഗേൾസിന് ആരാണോ ഡോമിനേറ്റ് അതിനോട് അട്രാക്ഷൻ തോന്നും. ഓക്കെ, മനസ്സിലായി? ഇതിനൊരുപാട് പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ട്. ഞാൻ സിമ്പിളായിട്ട് പറയുകയാണ്, ഡോമിനേറ്റ് ആകുമ്പം സബ് കോൺഷ്യസ് ആയിട്ട് അവർക്ക് അട്രാക്ഷൻ തോന്നും. മനസ്സിലായി? അതുപോലെ ഇങ്ങോട്ട് ചേസ് ചെയ്യുന്നില്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനമൊന്നും തോന്നും. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ ഇരുന്നാലും അവർക്ക് അട്രാക്ഷൻ തോന്നും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ചേസ് ചെയ്യാതെ വെറുതെ ഇരുന്നാൽ മതി. അപ്പോൾ നിങ്ങളൊരു നോർമൽ വാല്യൂ ആയിട്ടെങ്കിലും കാണും. ഓക്കെ, നോർമൽ വാല്യൂ ആയിട്ടിരുന്നിട്ട് നിങ്ങൾ ഡോമിനേറ്റ് ആയിട്ട് പെരുമാറണം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് അട്രാക്ഷൻ ബിഗിനിങ് സ്റ്റേജിൽ വാല്യൂ നോക്കി വരുന്നത്. അപ്പോൾ നിങ്ങളോടിപ്പോൾ ഒരു പെണ്ണ് റിപ്ലൈ തരുന്നില്ല, സീൻ ചെയ്തിട്ട് റിയാക്റ്റ് ചെയ്യുവാണ്, അതായത് എന്താണ് ലവിൻ്റെ ചിഹ്നമൊക്കെ ഇട്ട് റിയാക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനർത്ഥം അവൾ നിങ്ങളെ ലോ ആയിട്ടാണ് കാണുന്നത്, വിലയില്ലാത്തവൻ. ഓക്കെ, അതായത് അവൾ നിങ്ങളെ കാണുന്നത് ഒരു സാധാരണ പയ്യനായിട്ടാണ് കാണുന്നത്. അപ്പോൾ സാധാരണ പയ്യനായിട്ട് അട്രാക്ഷൻ വരുമോ?
നിങ്ങളെ ഒന്നെങ്കിൽ ഈക്വലി അല്ലെങ്കിൽ ബെറ്ററായിട്ട് കാണണം. ഓക്കെ, ഈക്വലി അല്ലെങ്കിൽ ബെറ്ററായിട്ട് കാണാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സ്റ്റേജിലിരുന്ന് എന്ത് ട്രിക്ക് ഉപയോഗിച്ചാലും ഫലിക്കത്തില്ല. ഓക്കെ, അതായത് നിങ്ങളിപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഐശ്വര്യ റായ്, ഓക്കെ, ഐശ്വര്യ റായിയെ ലോകത്തിലെ ഏറ്റവും വലിയ ചാറ്റിംഗ് ടിപ്പ് ഉപയോഗിച്ചാലും എനിക്ക് വളയ്ക്കാൻ പറ്റത്തില്ല. കാരണം അവൾ അപ്പോഴും എന്നെ സാധാരണ പയ്യനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു ലോങ് പ്രോസസ്സിലോട്ട് പോകണം. ഓക്കെ, ലോങ് പ്രോസസ്സ് എന്തുവാ? ഞാൻ എന്തെങ്കിലും ചെയ്ത് എൻ്റെ വാല്യൂ കൂട്ടിയിട്ട് അവളെക്കാളും വാല്യൂ ഉള്ളതാണ് ഞാൻ തെളിയിക്കണം. ഓക്കെ, മനസ്സിലായി? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം മിണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അവളും നിങ്ങളെങ്ങനെയാണ് കാണുന്നത്? അവളിപ്പോൾ ഐശ്വര്യ റായ് അല്ലെങ്കിൽ പോലും നിങ്ങളെപ്പോഴും മെസ്സേജ് അയച്ച് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അവൾ ചിന്തിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ മെസ്സേജ് അയച്ചാലും അവൾ ചിന്തിക്കുന്നത് ഇവനൊരു സാധാരണ പയ്യൻ, ലോ വാല്യൂ പയ്യൻ എന്നായിരിക്കും അവളുടെ ഉള്ളിൽ ചിന്തിക്കുന്നത്. ഓക്കെ, അവൾ ഐശ്വര്യ റായ് അല്ലെങ്കിലും നിങ്ങൾ അവളെക്കാളും താഴെ നിൽക്കുകയാണെങ്കിൽ അവൾക്ക് ഈ ചിന്തയാണ് വരുന്നത്, ഹൈ വാല്യൂ ലോ വാല്യൂ. നിങ്ങൾ ലോ വാല്യൂ എന്ന് ചിന്തിക്കും. മനസ്സിലായി? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊരു ലോങ് പ്രോസസ്സിലോട്ട് പോകണം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു പെണ്ണിനോട് മിണ്ടുവാണെങ്കിൽ ഞാൻ ചെയ്യും, അവളെന്നോട് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ചേസിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നെ ഡെവലപ്പ് ആക്കും. ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഡെവലപ്പ് ആയെന്ന് അവളെ കാണിക്കും. ഓക്കെ, ഫിനാൻഷ്യലി, ഒന്നെങ്കിൽ പൈസയിൽ, അല്ലെങ്കിൽ ലുക്കൊരു വാല്യൂ ആണ്. ലുക്കിൽ ഡെവലപ്പായി, ഫിനാൻഷ്യലി ഡെവലപ്പായി, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു നല്ലൊരു ഫോളോവറൊക്കെ ഉള്ള ഒരാളായി എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. മനസ്സിലായി? അപ്പം ഇതുപോലെ ഏതെങ്കിലും വന്നാൽ എനിക്കൊരു വാല്യൂ വന്നു. ഓക്കെ, വാല്യൂ വരും. അട്രാക്ഷൻ ബിഗിനിങ് സ്റ്റേജിൽ വാല്യൂ നോക്കിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അവളോട് മെസ്സേജ് അയക്കുന്ന പരിപാടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാറ്റിംഗ് ട്രിക്ക് ഉപയോഗിച്ച് വീണ്ടും അവളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അവൾ ഡെവലപ്പ് ആണെങ്കിൽ അവളിപ്പോൾ നിങ്ങളെ ലോ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ എത്ര വലിയ മെസ്സേജ് അയച്ചാലും എത്ര വലിയ കോമഡി പറഞ്ഞാലും ഇതാണ് ഇത്ര വലിയ കോമഡി എന്ന് പറഞ്ഞ് ചിരിക്കാതിരിക്കും. ഓക്കെ, പക്ഷേ അതേ പെണ്ണ് തന്നെ വേറൊരു പയ്യൻ, നല്ല ലുക്കുള്ള പയ്യൻ, നല്ല പൈസയുള്ളൊരു പയ്യൻ വന്ന് മൊക്ക ജോക്ക്, അതായത് ഒരു കണ്ടൻ്റ് ഇല്ലാത്ത കോമഡി അടിച്ചാലും അവനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി അവളെ ചിരിച്ച് കാണിക്കും. ഓക്കെ, മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ വഴിയുള്ളൂ, നിങ്ങൾ അവളെക്കാളും എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ബെറ്ററായെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അതായത് മുമ്പത്തെ നിങ്ങളല്ല ഇപ്പോഴത്തെ നിങ്ങളൊരു 6 മാസത്തെ പ്രോസസ്സിലോട്ടോ. ഞാൻ അങ്ങനെ ചെയ്തത്. അതായത് പ്ലസ് ടു ടൈമിൽ എന്ത് ചെയ്തു? പ്ലസ് വൺ ടൈമിൽ വെക്കേഷൻ ഉണ്ടല്ലോ, വെക്കേഷന് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കോളേജിൽ നിന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. പ്ലസ് 1 പുതുതായിട്ട് ബാച്ച് വന്നേ. ഈ പെണ്ണിന് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്, ഇവൾ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? ഇവളോട്ടുള്ള കോൺടാക്റ്റ് മൊത്തം കുറച്ച്. അതായത് ഞാൻ കോൺടാക്റ്റ് കുറച്ചാൽ ഇവൾ എന്നെ ഇങ്ങോട്ട് വിളിക്കത്തേ ഇല്ല. ഓക്കെ, അവൾക്ക് അത് അത്ര ഇൻട്രസ്റ്റ് പോലും ഇല്ല. അവൾ എന്നെ വെറും സാധാരണയായിട്ട് കാണുന്നത്. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ നോക്കി, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡെവലപ്പ് ചെയ്യാൻ നോക്കി. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് കുറച്ച് ബോഡി ഡെവലപ്പ് ചെയ്യാം, കുറച്ച് ലുക്ക് ഡെവലപ്പ് ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. വർഷങ്ങളുടെ അധ്വാനമൊന്നും വേണ്ട. കുറച്ച് ബോഡി ഫിറ്റ് ആക്കണം, അതുപോലെ എൻ്റെ ലുക്കിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം. ഓക്കെ, ലുക്കിൽ കുറച്ച് വ്യത്യാസം വരുത്തി ഞാൻ ഇച്ചിരി അടിപൊളിയാന്ന് നോക്കി. ലുക്കിലും ബെറ്ററായി. 2 മാസത്തെ ഇത് കഴിഞ്ഞിട്ട് പ്ലസ് 2 പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഡെവലപ്പായി. ഓക്കെ, ഞാൻ ഒരുപാട് ഡെവലപ്പായെന്നല്ല, എന്നാലും ലുക്കിൽ കുറച്ച് ഡെവലപ്പായി. എൻ്റെ ഹെയർ സ്റ്റൈലെ കുറച്ച് മാറ്റി, ഉള്ളത് വെച്ച് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇച്ചിരി ഡെവലപ്പായി. എൻ്റെ ക്യാരക്ടർ ഇച്ചിരി മാറ്റി. അതായത് മുമ്പ് ഞാൻ പുറകെ നടക്കുന്നതാണെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ പുറകെ നടക്കത്തില്ല. ജസ്റ്റ് കണ്ട് പരിചയമുള്ള ഒരാളിനോട് പോലെ മിണ്ടുന്നു, അവോയ്ഡ് ചെയ്ത് പോകുന്ന പോലെ ഒരു ടൈപ്പായി. ഓക്കെ, മനസ്സിലായി? അപ്പോഴെന്ത് ചെയ്തു? ഞാൻ എൻ്റെ വാല്യൂ കൂട്ടിയിട്ട് ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് കാണിച്ചു. ഓക്കെ, വാല്യൂ കൂട്ടിയിട്ട് ഞാൻ എൻ്റെ താല്പര്യം കാണിച്ചപ്പോൾ അവർ സപ്പോർട്ട് ചെയ്തു. അവർ പോലും അറിയാതെ സബ് കോൺഷ്യസ് ആയത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, സബ് കോൺഷ്യസ് ആയിട്ടാണ് അവരിതൊക്കെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറയാം, വാല്യൂ കുറയുമ്പോഴും എന്ത് ചെയ്യും? സബ് കോൺഷ്യസ് ആയിട്ട് അവരുടെ എഫർട്ട് മൊത്തം കുറയും, അവർ പോലും അറിയാതെ. മനസ്സിലായി? വാല്യൂ കൂടുമ്പോൾ ചാറ്റൊക്കെ എടുത്ത് നോക്കിയാൽ അവർ തന്നെ ഓവറായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നും. മനഃപൂർവ്വം ചെയ്യുന്നതല്ല, നമ്മൾ ബെസ്റ്റ് മേറ്റിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, മനസ്സിലായി? അപ്പോൾ അവർ പോലും അറിയാതെ ഉള്ളിൽ നിന്ന് വരുന്നേ. ഓക്കെ, അവർക്ക് കുറച്ചേലും നമ്മളെ ബെറ്ററായിട്ട് തോന്നുമ്പം നമ്മളെ ചൂസ് ചെയ്യാൻ തോന്നും. ഓക്കെ, മനസ്സിലായി? ഇതാണ് സൈക്കോളജി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, നിങ്ങളോടിപ്പോൾ ഒരു താല്പര്യം ഇല്ലാതിരിക്കുന്നതിനെ എന്തോ മെസ്സേജ് അയച്ച് വളയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് നിങ്ങളെ വെറും സാധാരണയായിട്ട്, നിങ്ങളെ വെറും ലോ വാല്യൂ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും വളയത്തില്ല. ഓക്കെ, മനസ്സിലായി? നിങ്ങളെന്ത് ചെയ്യണം? നാളെ മുതൽ ചേസ് ചെയ്യുന്ന പരമാവധി കുറയ്ക്കുക. മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളൊരു ലോങ് പ്രോസസ്സ് ഉറപ്പായിട്ടും അതിനെ അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു പെണ്ണുണ്ട്, എന്നെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നെ ഒരു സാധാരണക്കാരനായിട്ട് കാണുന്നു, ഇല്ല വെറും ലോ ആയിട്ട് കാണുന്നു. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും? അവിടെ വെച്ച് പിന്നാലെ പോകുന്ന പണി നിർത്തിയിട്ട് എന്തോ ഒരു കാര്യത്തിൽ എൻ്റെ വാല്യൂ കൂട്ടിയിട്ട് പിന്നെ അവളുടെ മുന്നിൽ പോയി നിൽക്കാൻ നോക്കും. അവളെന്ത് ചെയ്യും? ഈസി ആയിട്ട് അട്രാക്റ്റ് ആവും. ചിലപ്പോൾ അതിന് 6 മാസം എടുക്കും, 1 വർഷം എടുക്കുമായിരിക്കും. മനസ്സിലായി? നിങ്ങൾ അങ്ങനത്തെ പ്രോസസ്സ്, ഇതാണ് നാച്ചുറൽ. ഓക്കെ, ഇതാണ് വർക്കൗട്ട് ആവുന്നത്. ഏതെങ്കിലും ഒരു തെണ്ടി പറയുകയാണ് യൂട്യൂബിൽ വന്ന് ഇൻട്രസ്റ്റേ പോയതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, പറ്റുകയൊക്കെ ചെയ്യും, 20% പറ്റും. പക്ഷേ അതിന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ വലിയ പാടുള്ള കാര്യങ്ങൾ. ഓക്കെ, അത് 20% പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഒരു 100 കേസ് എടുത്താൽ അതിൽ 20 കേസേ പറ്റത്തുള്ളൂ. ഓക്കെ, അത് വേറെ ഒരുപാട് ഇതാണ്. ഇപ്പം ഞാൻ പറയാം, വേറെ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് 80% ടൈമിലും
നിങ്ങൾ വാല്യൂ കൂട്ടാൻ നിങ്ങൾക്ക് വേറെ വഴി. ഇനി ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഞാനിപ്പം എന്താണ് എൻ്റെ ഫ്രണ്ട് അർജുൻ, ഓക്കെ, ഇവനാണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ അങ്ങനെ ആരും മൈൻഡും ചെയ്യത്തില്ലായിരുന്നു അധികം, ഓക്കെ. അവൻ എന്ത് ചെയ്തു, അവന് സാധാരണയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇവനെന്ത് ചെയ്തു, കോളേജൊക്കെ കഴിഞ്ഞ് ഒരു 3-4 വർഷം കഴിഞ്ഞ് പിന്നെ പഴയ പഠിച്ച പെണ്ണുങ്ങളൊക്കെ അവനോട് പറയണത്, നീ ഒത്തിരി മാറിപ്പോയി, നിൻ്റെ ക്യാരക്ടറൊക്കെ മാറി, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. സത്യത്തിൽ അവൻ്റെ ആ ഫിനാൻഷ്യലി അവൻ കുറച്ച് ബെറ്ററായി, ഓക്കെ. അതാണ് കാര്യം. അപ്പോഴെന്ത് ചെയ്തു, അട്രാക്ഷൻ വന്നു, ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചേസ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ഫിനാൻഷ്യലി ബെറ്റർ ആവണം, അല്ലെങ്കിൽ ലുക്കിൽ ബെറ്റർ ആവണം, മനസ്സിലായോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ബെറ്ററായ, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പത്തെ പോലെയല്ല, നിങ്ങൾക്ക് ഒരുപാട് ഫോളോവർ വന്നു, ഒരുപാട് പേര് നിങ്ങളെ ഇഷ്ടപ്പെടാനുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമുക്കും ഇഷ്ടപ്പെടും. അങ്ങനെയാണ് മനുഷ്യൻ്റെ സ്വഭാവം, ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ വരും. ഒരു 10-45 മിനിറ്റോളം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടും, ഓക്കെ. എന്തൊക്കെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഓക്കെ. അതായത് നിങ്ങൾ മെമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് ഈ പോയിൻ്റ് ഒന്ന് മനസ്സിലാക്കും, ഓക്കെ. അതിനുവേണ്ടി പറഞ്ഞാണ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട, അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ വരും, ഓക്കെ.